ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ചെറുതാക്കലിന്റെയും സ്നേഹത്തിന്റെയും ഒരു പുതിയ പാഠം പഠിപ്പിച്ച ശുശ്രൂഷയാണ് പാദം കഴുകൽ. അന്നത്തെ യഹൂദ പശ്ചാത്തലത്തിൽ ശിഷ്യന്മാർക്ക് പോലും തന്റെ ഗുരുക്കന്മാരുടെ പാദങ്ങൾ കഴുകാൻ കടപ്പെട്ടിരുന്നില്ല. അത് വിജാതീയ അടിമകളുടെ ജോലിയായിരുന്നു. സ്വതന്ത്രനായ ഒരാളും ചെയ്യാൻ തയ്യാറാകാത്തതും അതിനെപ്പറ്റി ചിന്തിക്കാൻ കൂടി മടിക്കുന്ന ഒരു കാര്യം. ഇവിടെ ഈശോ തന്നെ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത്. ഇവിടെ തന്നെ ശൂന്യമാക്കിക്കൊണ്ട് തൻ്റെ ശിഷ്യന്മാരുടെ ദാസ്യവൃത്തി ചെയ്യുന്ന ഈശോ ദൈവമായിട്ടും മനുഷ്യനായി ഇറങ്ങി തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ സ്നേഹത്തോടെയും കരുതലോടെയും കഴുകി. മറ്റുള്ളവർ നമ്മളെക്കാൾ വലുതാണെന്നും അവർ നമ്മളെക്കാൾ ശ്രേഷ്ഠരാണെന്ന ഈ ഒരു ഉത്ബോധനം നമ്മെ ദൈവം ഈ പാദം കഴുകൽ എന്ന കർമ്മത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ചെറുതാക്കലിന്റെയും സ്നേഹത്തിന്റെ ഈ നോമ്പ് കാലത്ത് നമുക്ക് യോഗ്യതയോടെ നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിക്കുന്നു.